റാന്നിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളെ ചൊല്ലി വ്യാപാരികളും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷം. വെള്ളക്കെട്ട് സംഭവിച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണം. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരുമായാണ് തർക്കം. VS അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, തീർച്ചയായും വ്യാപാരികളൊക്കെ വലിയ ആശങ്കയിലും അവർക്കൊക്കെ വലിയ അമർഷത്തിലുമൊക്കെ ആയിരിക്കും. കാരണം ഒരു ഓണമാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റോക്കൊക്കെ ഇറക്കിയവരുണ്ടാവും, എല്ലാ തരത്തിലുള്ളവരും ഉണ്ടാകും. തീർച്ചയായും എന്താണ് നിലവിൽ അവിടെ ഉദ്യോഗസ്ഥരുമായുള്ള തർക്കത്തിന് കാരണം? ഈ ശുചീകരണ പ്രവർത്തനങ്ങളെ ചൊല്ലിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? ഷാബിനി, നമുക്കറിയാം ഇന്നലെ വളരെ പെട്ടെന്നാണ് റാന്നി പോലെയുള്ള ഒരു മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ഓണക്കാലം മുന്നിൽ കണ്ട് അവർ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊക്കെ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വെള്ളം എത്തിയത്. സ്വാഭാവികമായും വലിയ ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഇവിടേക്ക് വന്ന പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന കടക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു വാക്കേറ്റത്തിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ സംഭവം? സ്ഥിരമായി വെള്ളം കയറുന്നത് 2018 മുമ്പ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 2018 ശേഷം ഇവിടെ ആറ്റിൽ മണലുവാരി കുറേ നാളുകളായിട്ട് ഇവിടെ ഇല്ല. 2018 ശേഷം ഇവിടെ അതിനുശേഷം വീണ്ടും ഓരോ പ്രാവശ്യവും, അന്നും മഹാപ്രളയം ഉണ്ടായി, അതിനുശേഷം ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വെള്ളം കയറുകയാണ്. ഒന്നുകിൽ ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പമ്പയാറ്റിലെ മണൽ വർഷങ്ങളായി നീക്കം ചെയ്തിട്ട് ഈ മണൽ കാരണം ഈ സ്ഥാപനങ്ങൾ കിട്ടിയപ്പോൾ ടൗൺ മുഴുവൻ വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ട്. ഒരു മഴ പെയ്താൽ ഈ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വെള്ളം കയറും. ഓരോ വർഷവും ഞങ്ങൾക്കൊന്നുമില്ല. ഈ മുഴുവൻ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടും, ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഈ വർഷം കയറിയപ്പോൾ പഞ്ചായത്ത് ആൾക്കാരോട്ടുള്ള ഇപ്പൊ പഞ്ചായത്ത് അധികൃതർ ഞങ്ങളുടെ വന്ന് ഞങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുഴുവൻ വെള്ളത്തിലായി. എനിക്ക് 3 സ്ഥാപനമുണ്ട്. ഈ 3 സ്ഥാപനവും വെള്ളത്തിനടിയിലായി. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, നിങ്ങൾ വേസ്റ്റ് ഇപ്പം വാരിയിട്ടോണം, അരമണിക്കൂറിനകം വേസ്റ്റ് മാറ്റി ഞങ്ങൾ വേസ്റ്റ് മാറ്റി ഇട്ട് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഇവിടെ ഇടാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അരയേറ്റം വെള്ളം കിടക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഞങ്ങൾ എങ്ങനെ ഇതിൽ ഇറങ്ങും? ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം വേസ്റ്റ് വാരി പുറത്തിടണം, ഇതാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ് നടക്കത്തില്ലെന്ന്. അതാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ കാരണം. അതാണ് ഞങ്ങൾ പിന്നെ അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു അതിനുള്ള ആവശ്യമായ പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതാണ് വെള്ളം കെട്ടി കിടക്കുക എപ്പി തുറക്കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം. ഇത് സ്ഥാപനം പോകാമോ? കട തുറക്കാൻ പറ്റത്തില്ല. 50 ലക്ഷം രൂപ മുടക്കുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനം. തുണിക്കടയാണ്. ഇതിന് പുള്ളി ഇന്ന് വന്ന് ഹൃദയം തകർന്നാണ് പുള്ളി പോയത്. ഓണത്തിനാണ് അടക്കം വലിയ നാശനഷ്ടമാണ് പുള്ളിക്കുണ്ടായിട്ടുള്ളത്. പുള്ളിയുടെ അമ്മയെ മരിച്ചു കിടക്കുക. ഇപ്പൊ വാണ്ട് പറഞ്ഞാൽ എങ്ങനെ മാറും? പിള്ളേർക്ക് ഇപ്പൊ കല്യാണം ഇപ്പം വന്ന് ഈ സാധനം എടുത്ത് വേസ്റ്റ് എടുത്ത് വെളിയിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു ഞങ്ങൾക്ക് ഇതേ ഉള്ള ആവശ്യം, അടിക്കടി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഞങ്ങളിപ്പം ഇതിനകത്ത് നമ്മുടെ സ്ഥാപനത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എടുത്ത് വെളിയിലിട്ട് പഞ്ചായത്ത് അത് ക്ലീൻ ചെയ്ത് തരണം. അതേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. അത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഞാൻ ഉറപ്പ് തന്നു. അത് തന്നെ സംഭവം ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് അതിനകത്ത് കയറുമ്പോഴേക്കും നമ്മളെ ഒരു 90% സാധനം പോയി കഴിഞ്ഞു. കാരണം 15 മിനിറ്റിനുള്ളിലാണ് ഈ വെള്ളം മൊത്തം കയറുന്നത്. എന്ന് പറയാൻ നമ്മൾ വന്ന് തീരുന്ന മുമ്പേ വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെ മുകൾ ഭാഗങ്ങളിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞു. ബാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അടിയിലുള്ള സാധനങ്ങൾ. അപ്പം ഈ വേസ്റ്റ് മാറ്റുമ്പോൾ നമ്മൾ സാധനം കുറേയൊക്കെ മാറ്റാൻ പറ്റുന്നത് നമുക്ക് മാറ്റാൻ കഴിയുമല്ലോ. അപ്പോൾ അത് മാറ്റുന്നതിനിടയിൽ അവർ വന്നിട്ട് പഞ്ചായത്തിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുക ഈ സാധനങ്ങൾ വേസ്റ്റുകളെല്ലാം പടയുന്ന മാറ്റണം, വണ്ടി അവിടെ കിടക്കുക, പിന്നീട് നിങ്ങളെ സ്വന്തം പൈസയിൽ ഈ സാധനം മാറ്റണമെന്ന്. മനസ്സിലായില്ല? അങ്ങനെയാണോ പറയാനുള്ളത്? എന്നിട്ടല്ല ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഷാരോണും എല്ലാവരും കൂടി വന്നിട്ട് അതിനൊരു തീരുമാനമായി. അവർ പറഞ്ഞു കുഴപ്പമില്ല, സംഭവം നിങ്ങൾ പതുക്കെ മാറ്റിയാൽ മതി, നിങ്ങൾ സൗകര്യം പോലെ ചെയ്താൽ മതി, വണ്ടി വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് അടിക്കടി ഈ വെള്ളം കയറില്ല, എല്ലാ വർഷവും വെള്ളം കയറും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ. അതിനുവേണ്ടി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഒന്നുകിൽ പമ്പയാറ്റിലെ മണൽവാരൽ ആരംഭിക്കണം, അതിനുശേഷം വെല്ലുതോടിന് ആഴം കൂട്ടണം. ഈ ഉറപ്പ് ഇനിയിപ്പം ഞങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഉറപ്പ് നാളെ 10 മണി മുതൽ മുഴുവൻ വ്യാപാരികളും ഞങ്ങൾ ഈ പബ്ലിക് റോഡ് ഞങ്ങൾ ഉപരോധിക്കാൻ പോകണം. കാരണം ഞങ്ങൾക്ക് ഇനി ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡ് നാളെ ഉപരോധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കളക്ടറും മന്ത്രിയും MLA അടക്കം ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു ശക്തമായ ഉറപ്പ്, ഇതിനൊരു പരിഹാരം കാണണം. അടിക്കടി ഇട്ടിപ്പാറ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഈ സ്ഥാപനങ്ങളിൽ മുഴുവൻ വെള്ളം കയറുന്നതിനൊരു ശാശ്വത പരിഹാരം അത് കാണാത്ത പക്ഷം ഞങ്ങൾ നാളെ ഇവിടെ
ഈ റോഡ് ഉപയോഗിച്ചുള്ള സമരം ഞങ്ങൾ നടത്തും. സാറേ 4 വട്ടം കടയിൽ മേലെ ഏറ്റിരിക്കും സാറേ. ശ്യാമിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ വലിയ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രളയം അതുവഴി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കച്ചവടക്കാരാണ്, സാധാരണക്കാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓണമൊക്കെ പ്രമാണിച്ച് വലിയ തരത്തിലുള്ള ഒരു സ്റ്റോക്കൊക്കെ എടുത്ത മനുഷ്യന്മാരാണ്. പക്ഷേ അവിടേക്കാണ് വലിയ പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് ഉണ്ടാവുകയും വലിയ നഷ്ടം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പഞ്ചായത്തിൻ്റെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ചില വാക്കുകൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാക്കിയത്. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ വേസ്റ്റ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പൈസയ്ക്ക് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്ന് പറയുമ്പോൾ എല്ലാം തകർന്നു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് അവരുടെ മുന്നിലേക്ക് അത്തരത്തിലുള്ള വാക്കുകൾ വലിയ വേദനയാണ് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന കച്ചവടക്കാരും ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള സാധാരണ കച്ചവടക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇവിടെ ഇന്നലെ ഈ പറയുന്ന വെള്ളക്കെട്ടൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. രാവിലെ MLA റാന്നി MLA പഴവളം അത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. MLA യുടെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ രാവിലെ നമ്മൾ 7 മണിക്ക് തന്നെ ഇവിടെ എത്തിയതാണ്, നമ്മൾ കണ്ടതാണ്, നമ്മൾ ആ സമയത്ത് വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ആശങ്ക എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, പ്രത്യേകിച്ച് ഒരു ഓണക്കാലത്ത് ഓണം പ്രതീക്ഷിച്ച് സ്റ്റോക്ക് എടുത്ത മനുഷ്യന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു വിഷമവും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു പരിഹാരം വേണം. ഇവിടെ പമ്പയാറ്റിലെ മണലെടുക്കാത്തതാണ് പെട്ടെന്ന് ഈ വെള്ളം ഈ പറയുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനുള്ള കാരണം എന്നുള്ളതാണ് കടക്കാർ പറയുന്നത്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കത്തക്ക തരത്തിൽ നാളെ ഇവിടെ റോഡ് ഉപരോധം അടക്കം നടത്തുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. നമുക്കിപ്പം ദൃശ്യങ്ങൾ കാണുന്ന നമുക്കറിയാം ഹരിതകർമ്മ സേന അംഗങ്ങളാണ്, അവരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളടക്കം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതേസമയം നേരത്തെ ശ്യാമിനോട് ഞാൻ പറഞ്ഞതുപോലെ ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ട് അവരെ വലിയ നഷ്ടമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അത്രയും വിഷമമുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ കുറച്ചുകൂടെ മനുഷ്യത്വപരമായി ഇടപെടാൻ പഞ്ചായത്തും മറ്റ് അധികൃതർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പറയാം.